ഈ ഒരു കാർഡ്ബോർഡ് നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവരടുത്തുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് പഞ്ചായത്തുകാർ വരുമ്പോൾ അവർക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ല, മഴ കാരണം അവർ പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് മന്ത് എടുക്കാം, വെറുതെ കൊണ്ട് നനയ്ക്കണ്ടല്ലോ പറഞ്ഞിട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബക്കറ്റ് നിറയെ പാമ്പേഴ്സ് ആണെന്നില്ല കേട്ടോ, ഒരു ഹാഫ് ഭാഗം പാമ്പേഴ്സ് ആണ്. കാരണം ഞാനിങ്ങനെ ഓരോന്ന് വരുമ്പോൾ എടുത്ത് അപ്പം ക്ലീൻ ചെയ്യില്ല, കുറച്ചാവുമ്പോഴാണ് ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഈ മാസം ലാസ്റ്റ് പഞ്ചായത്തിൽ നിന്ന് അവർ വരുമ്പോഴേക്കിനും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോഴേക്കിനും ഇത് നമുക്ക് ഉണക്കി സെറ്റാക്കി വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റ് ഇതിനായിട്ട് മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജെല്ല് ഇതുപോലെ നമ്മൾ വേർതിരിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി പോർഷന് ഇതുപോലെ ഉണക്കാൻ ഇടും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എടുത്തിട്ടുണ്ട്, ഇനിയും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ബക്കറ്റിൽ കാണുന്നത് അതിൻ്റെ ജെല്ലാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചധികം തന്നെ ഉണ്ട്, കാരണം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് പാമ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ കല്ലുപ്പൊക്കെ എടുത്ത് കുറച്ച് വെള്ളം ഇതുപോലെ ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോലിട്ടിട്ട് മിക്സ് ആക്കി ചെയ്യേണ്ടതിന് പകരം ഞാനിതുപോലെ വെള്ളമാണ് ആക്കി കൊടുക്കാറ്. അത് നമുക്ക് 1-2 മണിക്കൂർ ആകുമ്പോഴേക്കിനും അത് വെള്ളമായിട്ട് മാറിക്കോളൂ കേട്ടോ. പിന്നെ ഈ കവർ നമ്മൾ കിച്ചണിൽ കഴുകിയിട്ട് അപ്പം ജനൽ വഴി ഇടാൻ നല്ല സുഖമാണല്ലോ, അങ്ങനെ ഇട്ടിട്ടുള്ള കവറാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലേക്ക് നല്ല വെയിൽ കിട്ടുന്ന കാരണം തന്നെ അവിടെ കിടന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെ ഈ മുട്ടത്തോട് കൊണ്ടുപോയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് എന്താ പറയുക റോസിൻ്റെ താഴെ കൊണ്ടിടുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തിട്ട കാരണം ഞാൻ മുട്ടത്തോടെ മിക്സിയിലിട്ടിട്ട് ഉപയോഗിക്കുന്നില്ല, കാരണം കൈ കൊണ്ട് പിടിച്ചിട്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ കിടന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ജനൽ വഴി അതും അങ്ങനെ കിച്ചണിൽ നിന്ന് ഇടാറാണ് കേട്ടോ പതിവ്. പിന്നെ ഇതാ നമ്മളെ ബാത്റൂമിലൊക്കെ ബാക്കി വരുന്ന സോപ്പ്, അതേപോലെ അലക്കി കഴിഞ്ഞിട്ടുള്ള ബാക്കി ചെറിയ ചെറിയ സോപ്പുകളൊക്കെ ഞാൻ ഇതുപോലെ ഒരു കുപ്പിയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ. അപ്പം നമ്മുടെ അടുക്കള കൈക്കൽ തുണി, അതേപോലെ നമ്മൾ ആഫ്റ്റർ കൈയൊക്കെ തോർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കിച്ചൺ ടവലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതുപോലെ കൊടുന്നിട്ട് അലക്കാനായിട്ട് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ സോപ്പ് എടുത്തിട്ട് കല്ലിൽ പതിച്ചിട്ട് ഇതുപോലെ അലക്കിയെടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് കംഫർട്ട് പോലത്തെ മണമുള്ള ലിക്വിഡ് കാര്യങ്ങളൊന്നും യൂസ് ആക്കണ്ട. ഈ ഒരു സോപ്പ് നമ്മളെ കുളിക്കുന്ന സോപ്പും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള കാരണം തന്നെ ആഫ്റ്റർ വാഷിന് ശേഷം നല്ല സ്മെല്ലും കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെ സോപ്പുകൾ ചെറുതാകുമ്പോൾ വലിച്ചെറിയുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കിച്ചൺ ടവലൊക്കെ തിരുമ്മാനായിട്ടൊക്കെ നല്ല സുഖമാണ് കേട്ടോ.